മതസൗഹാർദ്ദവും മാനവിക മൂല്യങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശവുമായി ജമാഅത്തെ ഇസ്ലാമി വൈപ്പിൻ ഏരിയയുടെ നേതൃത്വത്തിൽ ഈദ് സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. This news brought to you by Kalpaga Weddings, North Parur. ജമാഅത്തെ ഇസ്ലാമി വൈപ്പിൻ ഏരിയ സംഘടിപ്പിച്ച ഈദ് സുഹൃത്ത് സംഗമം സിറ്റി പ്രസിഡന്റ് ജമാൽ അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. ത്യാഗവും സഹനവും സഹാനുഭൂതിയും ഇഴചേർന്നതാണ് ബലിപെരുന്നാളിന്റെ സന്ദേശമെന്ന് ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞു. കലുഷ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യത്തിൽ വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ യോജിക്കാൻ പറ്റുന്ന മേഖലകളിൽ യോജിച്ചു കഴിയലാണ് ആഘോഷങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു. മതം എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കണം എന്നതാണ്. അവിടെ യോജിക്കാൻ പറ്റുന്ന ചില ഇടങ്ങളുണ്ടാവും. ആ ഇടങ്ങളിൽ നമുക്ക് യോജിക്കാൻ പറ്റണം. നമ്മെ ചേർത്ത് നിർത്തുന്ന ചില കണ്ണികളുണ്ടാവും. ആ കണ്ണികളെ നമ്മൾ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ലോകത്ത് അറിയപ്പെടുന്ന 3 പ്രധാനപ്പെട്ട സെമിറ്റിക് മതങ്ങളുണ്ട്. ക്രിസ്തു മതവും ഇസ്ലാം മതവും ജൂത മതവും. ഇവിടെ യോജിക്കുന്ന ഒരു മേഖല മഹാനായ ഇബ്രാഹിം പ്രവാചകനാണ്. ഇബ്രാഹിം പ്രവാചകനെ അനുസ്മരിക്കുന്ന ബലിപെരുന്നാളോടനുബന്ധമായി കൂടിയ ഒരു സംഗമത്തിൽ വെച്ച് ഈ 3 സെമിറ്റിക് മതങ്ങൾ യോജിക്കുന്ന ഒരു മേഖലയാണ് മഹാനായ ഇബ്രാഹിം പ്രവാചകൻ. ഇബ്രാഹിം പ്രവാചകന്റെ 2 മക്കളാണ് ഇസ്മായിൽ, ഇസ്ഹാഖ്. അത് ബൈബിളിന്റെ പുതിയ നിയമങ്ങളിലും പഴയ നിയമത്തിലുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഈ 2 മക്കളിൽ നിന്നാണ് പിന്നീട് ഈ 3 മതങ്ങളിലേക്ക് മാറുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണാൻ സാധിക്കുന്നത്. എടവനക്കാട് കാരുണ്യഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ ജമാഅത്തെ ഇസ്ലാമി വൈപ്പിൻ ഏരിയ പ്രസിഡന്റ് താരിഖ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സാധാരണ സിമ്പിളായിട്ട് പറഞ്ഞാൽ അമേരിക്കയിലേക്കുള്ള ദൂരം കുറയുകയും അടുത്ത വീട്ടിലേക്കുള്ള അകലം കൂടുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനവികതയുടെ വീണ്ടെടുപ്പാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഇത്തരം ഒരു സംഗമം എന്ന് ഞാൻ കരുതുന്നു. അത് മാത്രമല്ല, കേവലം ഒരു പുരോഗതി മാത്രമല്ല, കുറെ കാലങ്ങളായിട്ട് നമ്മൾ മനുഷ്യരെ വ്യത്യസ്ത കളങ്ങളിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും വേഷത്തിന്റെയും ഒക്കെ പേരിൽ വ്യത്യസ്ത കളങ്ങളിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും അറിയാതെ തന്നെ അത്തരം കളങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി പ്രസിഡന്റ് ജമാൽ അസ്ഹരി ഈദ് സന്ദേശം നൽകി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ സജിത്ത് കുട്ടൻ, JP, TA ജോസഫ്, ബേസിൽ മുക്കത്ത്, CS ആൽബർട്ട്, സന്തോഷ്, ബാഹുലേയൻ കോട്ടൂർ, അംബ്രോസ്, സുമന്നൻ, വിശ്വനാഥൻ, മുരുകേശൻ, ശശി ശേഖർ എന്നിവർ സംസാരിച്ചു. അംബ്രോസ് ഗാനം ആലപിച്ചു. സെക്രട്ടറി PA അബ്ദുൾ ജലാൽ കൃതജ്ഞത പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, എടവനക്കാട്.